പ്രിയ സ്നേഹിത, ഈ നിമിഷം നിനക്ക് വേണ്ടിയുള്ളതാണ്. നീ ഇപ്പോൾ എവിടെയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ഈ വാക്കുകൾ നിന്നോട് സംസാരിക്കുന്നു. പതുക്കെ ശ്വസിക്കൂ, ഒന്ന് നിർത്തൂ, ഒരു നിമിഷം നിനക്ക് വേണ്ടി മാത്രമെടുക്കൂ. നീ ക്ഷീണിച്ചിരിക്കുന്നുണ്ടാകാം, ഉള്ളിലൊരു ഭാരം ചുമക്കുന്നുണ്ടാകാം, ആരോടും പറയാൻ കഴിയാത്ത ഒരു വേദന ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നുണ്ടാകാം. അത് ശരിയാണ്, അത് മനുഷ്യത്വമാണ്. നീ ദുർബലനല്ല. ഈ പ്രാർത്ഥന നിന്നോടൊരു കാര്യം ആദ്യം പറയട്ടെ: നീ ഒറ്റയ്ക്കല്ല. ഈ നിമിഷത്തിൽ, ഈ ശ്വാസത്തിൽ നീ ഒറ്റയ്ക്കല്ല. നിൻ്റെ അടുത്ത് ആരുമില്ലെന്ന് തോന്നുന്നുണ്ടാകാം, പക്ഷേ കാണാത്തൊരു കൈ നിന്നെ പിടിച്ചിരിക്കുന്നു. കേൾക്കാത്തൊരു ശബ്ദം നിന്നോട് മന്ത്രിക്കുന്നു. ഭയപ്പെടേണ്ട. ഈ പ്രാർത്ഥന നിനക്ക് ഉത്തരങ്ങൾ നൽകാൻ ശ്രമിക്കുന്നില്ല, പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുമല്ല. ഇത് നിന്നോടൊപ്പം ഇരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. നിൻ്റെ ഹൃദയത്തിൻ്റെ അടുത്ത് വന്ന് ശാന്തമായിരുന്ന് നിന്നോട് ചേർന്ന് നിൽക്കാൻ. അതുകൊണ്ട് ഇപ്പോൾ നീ മറ്റെല്ലാം മാറ്റിവെക്കൂ. നിൻ്റെ ചിന്തകൾ, ഭയങ്ങൾ, ആശങ്കകൾ എല്ലാം ഒരു നിമിഷം താഴെ വയ്ക്കൂ. ഈ വാക്കുകൾ നിന്നെ ചുറ്റി പൊതിയട്ടെ, ഒരു പുതപ്പ് പോലെ, ഒരു ചൂടുള്ള ആലിംഗനം പോലെ. നീ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നു, മുഖം കഴുകുന്നു, വസ്ത്രം ധരിക്കുന്നു, ജോലിക്ക് പോകുന്നു. പുറമേ നോക്കിയാൽ എല്ലാം ശരിയാണ്, പക്ഷേ ഉള്ളിൽ ഒരു അസ്വസ്ഥത. ചിലപ്പോൾ അതൊരു പേരില്ലാത്ത ഭയമാണ്. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ. എന്താണെന്നറിയില്ല, എപ്പോഴാണെന്നറിയില്ല, പക്ഷേ ഉള്ളിൽ ഒരു ഇറുക്കം, ഒരു ഭാരം, ഒരു നിഴൽ. ചിലപ്പോൾ അത് ജോലിയിലെ സമ്മർദ്ദമാണ്, മതിയാകാത്ത പണം, കൂടിവരുന്ന ഉത്തരവാദിത്തങ്ങൾ, നാളെ എന്ത് സംഭവിക്കും എന്ന ചിന്ത, ഈ മാസം അവസാനം വരെ എങ്ങനെ ചെലവ് നടത്തും എന്ന വേവലാതി. ചിലപ്പോൾ അത് വീട്ടിലെ നിശബ്ദതയാണ്, ആരും പറയാത്ത പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഒരു ദുഃഖം. ബന്ധങ്ങളിലെ വിള്ളലുകൾ, മനസ്സിലാക്കാത്ത വാക്കുകൾ, സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ. ചിലപ്പോൾ അത് യാത്ര ചെയ്യുമ്പോഴാണ്. ഒരു വാഹനം മുന്നിൽ വരുമ്പോൾ, ഒരു വളവ് തിരിയുമ്പോൾ, മക്കൾ പുറത്തു പോകുമ്പോൾ, രാത്രി വൈകിയെത്തുമ്പോൾ, ഫോൺ അടിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്നടിക്കുമ്പോൾ. ഈ ഭയങ്ങൾ ചെറുതല്ല, ഇവ യഥാർത്ഥമാണ്. നിന്റെ ഹൃദയം ഈ ഭാരങ്ങൾ ചുമക്കുന്നുണ്ട്. ഞാനതറിയുന്നു, ദൈവവും അതറിയുന്നു. ഈ പ്രാർത്ഥന നിന്നോട് പറയുന്നില്ല ഭയപ്പെടരുത്, ശക്തനാവൂ. ഈ പ്രാർത്ഥന നിന്നോട് പറയുന്നു, നീ ഭയപ്പെട്ടിടുന്നത് ഞാൻ കാണുന്നു, ദൈവവും കാണുന്നു. ഇപ്പോൾ ഒരു കാര്യം ഓർക്കൂ, നിന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാതെ പോയ പല കാര്യങ്ങളുണ്ട്. ആ സംഭവിക്കാതെ പോയ കാര്യങ്ങൾ, അവ യാദൃച്ഛികമല്ല, അവ ദൈവസംരക്ഷണമാണ്. നീ അറിയാതെ, നിനക്ക് കാണാൻ കഴിയാത്ത ഒരു കവചം നിന്നെ ചുറ്റി നിൽക്കുന്നു. ആ കവചം ദൈവത്തിൻ്റെ കരങ്ങളാണ്. ആ അപകടം നിനക്ക് സംഭവിക്കാതെ പോയത് അത് ഭാഗ്യമല്ല. ആ രോഗം നിന്നെ തൊടാതെ കടന്നുപോയത് അത് യാദൃച്ഛികമല്ല. ആ വഴിയിൽ നീ സുരക്ഷിതമായി എത്തിയത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവസംരക്ഷണം എല്ലായ്പ്പോഴും ദൃശ്യമല്ല. ചിലപ്പോൾ അതൊരു മഴ പോലെ, നീ കാണുന്നില്ല, പക്ഷേ ഭൂമി നനയുന്നു. ചിലപ്പോൾ അതൊരു ശ്വാസം പോലെ, നീ ശ്രദ്ധിക്കുന്നില്ല, പക്ഷേ ജീവൻ നിലനിൽക്കുന്നു. ഒന്നും സംഭവിക്കാതെ ഒരു ദിവസം കടന്നു പോകുമ്പോൾ അതും ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. ഒന്നും സംഭവിച്ചില്ല എന്ന് നീ പറയുന്ന ആ ദിവസം, അത് ദൈവം നിനക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ദൈവം നിൻ്റെ മുന്നിൽ നടക്കുന്നു, വഴിയൊരുക്കുന്നു. ദൈവം നിൻ്റെ പിന്നിൽ നിൽക്കുന്നു, പിന്തുടരുന്നവരിൽ നിന്ന് കാക്കുന്നു. ദൈവം നിൻ്റെ ചുറ്റിലുമുണ്ട്, ഒരു മതിൽ പോലെ, ഒരു കോട്ട പോലെ. നീ അത് കാണുന്നില്ലെങ്കിലും അത് യഥാർത്ഥമാണ്. നീ അത് അനുഭവിക്കുന്നില്ലെങ്കിലും അതവിടെയുണ്ട്. ഒരു കാഴതവിടെയുണ്ട്. ഒരു കാലമുണ്ടായിരുന്നു. ഇസ്രായേൽ ജനം ഭയത്തിലായിരുന്നു. അവർ പ്രവാസത്തിലായിരുന്നു, സ്വന്തം ഭൂമിയിൽ നിന്ന് അകലെ. ചുറ്റും ശത്രുക്കൾ, ഉള്ളിൽ നിരാശ. ദൈവം ഞങ്ങളെ മറന്നോ എന്ന ചോദ്യം അവരുടെ ഹൃദയത്തിൽ ഉയർന്നു. ഇരുട്ടിൽ ഒരു ശബ്ദം വന്നു. ആ ശബ്ദം ശാന്തമായിരുന്നു, പതുക്കെ, മൃദുവായി ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ശബ്ദം. ദൈവം അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഭയപ്പെടേണ്ട, ഇതൊരു ശാസനയല്ല, ഇതൊരു ആശ്വാസമാണ്. ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഇതൊരു വാഗ്ദാനമാണ്. ഞാൻ വാഗ്ദാനമാണ്. ഞാൻ നിന്നെ താങ്ങും. ഇതൊരു ഉറപ്പാണ്. ആ ഇസ്രായേൽ ജനം, അവർ ഇരുട്ടിലായിരുന്നു. അവർ ഒറ്റയ്ക്കാണെന്ന് കരുതി. ദൈവം ദൂരെയാണെന്ന് വിചാരിച്ചു. പക്ഷേ ദൈവം ദൂരെ ആയിരുന്നില്ല.
ദൈവം അവരുടെ ഇരുട്ടിൽ അവരോടൊപ്പം അവരുടെ ഉള്ളിലായിരുന്നു. ഇന്ന് ഈ നിമിഷം ഈ വാക്കുകൾ നിനക്ക് വേണ്ടിയുള്ളതാണ്. നീയും ഒരു ഇരുട്ടിലിരിക്കുന്നുണ്ടാകാം. നിന്റെ ഇരുട്ട് വ്യത്യസ്തമാകാം. ഭയത്തിൻ്റെ ഇരുട്ട്, ആശങ്കയുടെ ഇരുട്ട്, നാളെയെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തിൻ്റെ ഇരുട്ട്. പക്ഷേ ദൈവം അതേ വാക്കുകൾ നിന്നോടും പറയുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടും കൂടെയുണ്ട്. ഈ പ്രാർത്ഥന നിനക്ക് മാത്രമുള്ളതല്ല, നിന്റെ കുടുംബത്തിനും കൂടിയുള്ളതാണ്. നിന്റെ വീട്ടിൽ ഒരമ്മയുണ്ടാകാം, എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന, പക്ഷേ സ്വന്തം വേദന ഒളിപ്പിക്കുന്ന ഒരമ്മ. ഒരച്ഛനുണ്ടാകാം, കുടുംബത്തെ ചുമക്കുന്ന, പക്ഷേ ക്ഷീണം ആരോടും പറയാത്ത ഒരച്ഛൻ. മക്കളുണ്ടാകാം, അവരുടെ ഭാവി നിനക്ക് ആശങ്കയാണ്. അവർ ശരിയായ വഴിയിൽ നടക്കുമോ? അവർ സുരക്ഷിതരാകുമോ? നിന്റെ ജീവിത പങ്കാളി ഉണ്ടാകാം. ദിവസങ്ങൾ തിരക്കിൽ കടന്നു പോകുന്നു, ചിലപ്പോൾ ഒരു വാക്ക് പോലും മാറാതെ. സ്നേഹമുണ്ട്, പക്ഷേ സമയമില്ല. കരുതലുണ്ട്, പക്ഷേ ക്ഷീണം അതിനെ മറയ്ക്കുന്നു. നിന്റെ സഹോദരങ്ങളുണ്ടാകാം, അടുത്തുള്ളവർ അല്ലെങ്കിൽ ദൂരെയുള്ളവർ. നിന്റെ സുഹൃത്തുക്കളുണ്ടാകാം, നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ. യാത്ര ചെയ്യുമ്പോൾ ഭയമുണ്ടാകാം, വാർത്തകൾ കേൾക്കുമ്പോൾ ഉത്കണ്ഠയുണ്ടാകാം, ലോകം ഭയാനകമായി തോന്നുന്ന നിമിഷങ്ങളുണ്ടാകാം. മക്കളെ പുറത്തേക്ക് വിടുമ്പോൾ ഹൃദയം പിടയ്ക്കുന്നുണ്ടാകാം. ഈ ഭയങ്ങളൊക്കെ, ഈ ആശങ്കകളൊക്കെ ദൈവം അറിയുന്നു. ഓരോന്നും, ഓരോ ചെറിയ ആശങ്കയും ദൈവത്തിൻ്റെ മുന്നിൽ അറിയപ്പെടുന്നു. കാരണം ദൈവം നിന്റെ ഹൃദയം വായിക്കുന്നു. നീ പറയാത്തതുപോലും ദൈവം കേൾക്കുന്നു. ഇപ്പോൾ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പതുക്കെ, ശാന്തമായി, ഹൃദയത്തിൽ നിന്ന്. കർത്താവേ, ഞാൻ നിന്റെ മുന്നിൽ വരുന്നു. ഒരു മക്കൾ അച്ഛൻ്റെ അടുത്ത് വരുന്നത് പോലെ, ഒരു കുട്ടി അമ്മയുടെ മടിയിൽ ചേരുന്നത് പോലെ. കർത്താവേ, എൻ്റെ ഭയം നീ അറിയുന്നു. രാത്രിയിൽ ഉറക്കം വരാത്ത നേരത്ത് എൻ്റെ ചിന്തകൾ നീ കാണുന്നു. ഉള്ളിലൊരു കലക്കം, ഒരു അസ്വസ്ഥത, അതും നീ അറിയുന്നു. കർത്താവേ, എന്നെ സമാധാനത്തിൽ പൊതിയൂ. നിന്റെ കരങ്ങൾ കൊണ്ടെന്നെ മൂടൂ. എൻ്റെ ചിന്തകളെ ശാന്തമാക്കൂ. എൻ്റെ ഹൃദയത്തിന് വിശ്രമം നൽകൂ. കർത്താവേ, ഞാൻ ധൈര്യം ചോദിക്കുന്നു. ഈ ലോകത്തെ നേരിടാനുള്ള ധൈര്യം, ഓരോ ദിവസവും എഴുന്നേൽക്കാനുള്ള ശക്തി, ഓരോ വെല്ലുവിളിയെയും നേരിടാനുള്ള കരുത്ത്. നീ എനിക്ക് നൽകുന്ന ധൈര്യം അത് ലോകത്തിൻ്റെ ധൈര്യമല്ല, അത് നിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് വരുന്ന ധൈര്യമാണ്. ഇപ്പോൾ കർത്താവേ, ഞാൻ എൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, അവളുടെ ആരോഗ്യത്തിന് വേണ്ടി, അവളുടെ ശാന്തിക്ക് വേണ്ടി. എൻ്റെ അച്ഛന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ക്ഷീണത്തിന് വിശ്രമം നൽകൂ. എൻ്റെ മക്കൾക്ക് വേണ്ടി, അവരുടെ വഴി നേരെയാക്കൂ, അവരെ സംരക്ഷിക്കൂ. എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, ഞങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കൂ. എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, അവരെ നിൻ്റെ കയ്യിൽ സൂക്ഷിക്കൂ. എന്നെ സ്നേഹിക്കുന്ന ഓരോ ഹൃദയത്തിനും വേണ്ടി അവർക്ക് സമാധാനം നൽകൂ. കർത്താവെ, സംഭവിക്കാത്ത കാര്യങ്ങൾക്കായും ഞാൻ നന്ദി പറയുന്നു. ആ അപകടം സംഭവിക്കാതെ പോയതിന് നന്ദി. ആ രോഗം എന്നെ തൊടാതെ കടന്നതിന് നന്ദി. ആ ദുഃഖം ഇനിയും വരാതെ സൂക്ഷിച്ചതിന് നന്ദി. ഞാൻ അറിയാത്ത അപകടങ്ങളിൽ നിന്ന് നീ എന്നെ കാത്തതിന് നന്ദി. ഞാൻ കാണാത്ത ഭീഷണികളിൽ നിന്ന് നീ എന്നെ മറച്ചതിന് നന്ദി. സംഭവിക്കാതെ പോയ ഓരോ ദുരന്തവും അത് നിൻ്റെ കൃപയാണ്, അത് നിൻ്റെ സ്നേഹമാണ്. കർത്താവെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും ഉള്ളിലെ ഭയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു പേരിടാൻ കഴിയാത്ത ഭയങ്ങൾ, എന്ത് എന്ന് വിശദീകരിക്കാൻ കഴിയാത്ത ആശങ്കകൾ, ഉള്ളിൽ ആഴത്തിൽ ചിലപ്പോൾ ഉയർന്നു വരുന്ന ഒരു ഇരുട്ട്. ആ ഇരുട്ടിൽ നിൻ്റെ വെളിച്ചം വീരട്ടെ. കർത്താവെ, ഞാൻ പേരിടാത്ത ഈ ഭയങ്ങൾ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഞാൻ പറയാത്ത ഈ വേദനകൾ നിൻ്റെ കാൽക്കൽ വയ്ക്കുന്നു. ഞാൻ ഒളിപ്പിച്ച ഈ കണ്ണുനീർ നിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നു. നീ എന്നെ മനസ്സിലാക്കുന്നു. ഞാനൊരു വാക്ക് പറയുന്നതിന് മുൻപ് നീ എല്ലാം അറിയുന്നു. കർത്താവെ, എൻ്റെ ഉള്ളിലൊരു ശക്തി നട്ടിട്ടുണ്ട്. ആ ശക്തി ശാരീരികമല്ല, ആ ശക്തി നിന്നിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ദുർബലമാകുമ്പോൾ നിൻ്റെ ശക്തി എന്നിൽ പൂർണ്ണമാകുന്നു. ഞാൻ വീഴുമ്പോൾ നിൻ്റെ കൈ എന്നെ പിടിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ നിൻ്റെ സാന്നിധ്യം എന്നെ ചുറ്റുന്നു. കർത്താവെ, ഞാൻ ഈ ഭയത്തെ ഉപേക്ഷിക്കുന്നു. ഈ ആശങ്കയെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഈ ഭാരം നിൻ്റെ കാൽക്കൽ ഇറക്കി വയ്ക്കുന്നു. ഞാനിനി ചുമക്കേണ്ടതില്ല. നീ ചുമക്കും, നീ ചുമക്കും, നീ ചുമക്കും. എൻ്റെ ശ്വാസം ശാന്തമാകട്ടെ. എൻ്റെ ഹൃദയമിടിപ്പ് പതുക്കെയാകട്ടെ. എൻ്റെ ചിന്തകൾ നിശബ്ദമാകട്ടെ. നിൻ്റെ സമാധാനം, ബുദ്ധിക്ക് അതീതമായ ആ സമാധാനം എൻ്റെ ഹൃദയത്തെ കാക്കട്ടെ, എൻ്റെ മനസ്സിനെ കാക്കട്ടെ, എൻ്റെ ആത്മാവിനെ കാക്കട്ടെ. ഈ പ്രാർത്ഥന ഒരു തുടക്കം മാത്രമാണ്. നിനക്കിത് വീണ്ടും കേൾക്കാം. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി. ഭയം വരുമ്പോൾ,
ആശങ്ക ഉയരുമ്പോൾ, ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ, ഈ വാക്കുകൾ നിനക്ക് വേണ്ടി എപ്പോഴും ഇവിടെയുണ്ട്. ഈ പ്രാർത്ഥന നിന്നെ കാത്തിരിക്കുന്നു, ഒരു സുഹൃത്ത് പോലെ, ഒരു തോളിൽ ചാരാൻ ഒരിടം പോലെ. അതുകൊണ്ട് ഇത് സേവ് ചെയ്യൂ, ഇത് ഓർത്തു വയ്ക്കൂ. ഭയം വരുന്ന ദിവസം ഇത് വീണ്ടും പ്ലേ ചെയ്യൂ. ഇപ്പോൾ ഈ പ്രാർത്ഥന പതുക്കെ അവസാനിക്കുന്നു, പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം അവസാനിക്കുന്നില്ല. ഈ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോഴും ദൈവം നിന്നോടൊപ്പമുണ്ട്. ഇന്ന് രാത്രി നീ ഉറങ്ങുമ്പോൾ ദൈവം ഉണർന്നിരിക്കുന്നു, നിന്റെ വീട്ടിൻ്റെ ചുറ്റും കാവൽ നിൽക്കുന്നു, നിന്റെ മക്കളുടെ മേൽ കൈവയ്ക്കുന്നു, നിന്റെ ശ്വാസത്തിൽ ശാന്തി വിതയ്ക്കുന്നു. നാളെ നീ ഉണരുമ്പോൾ ദൈവം ഇതിനകം ഉണർന്നിരിക്കും. നിന്റെ ദിവസം ഒരുക്കിയിരിക്കും, നിന്റെ വഴി നേരെയാക്കിയിരിക്കും, നിന്റെ ചുവടുകൾ ഉറപ്പിച്ചിരിക്കും. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ദൈവം നിന്നോടുകൂടെയുണ്ട്. ഇന്ന്, നാളെ, എന്നും നിന്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ദൈവത്തിൻ്റെ സമാധാനം, ആ ആഴമായ അചഞ്ചലമായ സമാധാനം നിന്റെ ഹൃദയത്തിൽ വസിക്കട്ടെ, നിന്റെ കുടുംബത്തിൽ വസിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ വസിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.